എനിക്ക് എസ് കെ എന്ന് പറഞ്ഞ ഒരു ബദലിൽ ഒരു പേരുകാരൻ ഇവിടെ വന്നിട്ടുണ്ട്. അയ്യോ, ഈ ടിക്കറ്റിന് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ടിക്കറ്റ് ഇവിടെ ചോദിക്കും. സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ എവിടെ എത്തിയെന്നറിയാമോ? കാൽവരി മൗണ്ട്. എൻ്റെ കൂടെ ഉള്ളത് ഒരാളുണ്ട്. ഇതാണ് കൃഷ്ണകുമാർ. എല്ലാവരും ഉറയം ധരിച്ചുകൊണ്ട് നിൽക്കുക. നീല, പച്ച.
കേക്കേ ഏ ആ ആ അതെ ഇവിടെ പുലി ഇറങ്ങുന്ന കേട്ടോ. പുലി പുലി ആ ആ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ. അങ്ങോട്ടൊന്ന് കടന്നോട്ടെ. എന്നെ തള്ളി താഴെ വാവാ പോവാണെങ്കിൽ എന്റെ കൊടക്കാലം പിടിച്ചൊന്ന് വലിച്ചു. എന്നെ പുറകെ തൂക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ അടിപൊളി. ഇവിടെയാണ് കുറിഞ്ഞി. എനിക്ക് എസ് കെ എന്ന് പറഞ്ഞ ഒരു ബദലൊരു പേരുകാരൻ ഇവിടെ വന്ന് കൊണ്ടുപോകും. കെ കെ അല്ലേ, എസ് കെ എന്ന് പറഞ്ഞ ഒരാൾ ബദലൂടെ. ഇതാണ് കാൽവരി മൗണ്ടിലെ മഞ്ഞ് വീഴുന്ന സമയത്തുള്ള ദൃശ്യം. ഇത് നിമിഷ നേരം കൊണ്ട് നല്ല തെളിഞ്ഞ് നല്ല കാലാവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ, നല്ല കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ ആകാശം വരും. അതൊക്കെ നിമിഷ നേരം കൊണ്ട് വരും. അപ്പോൾ നമുക്ക് ഇടുക്കി ജലാശയവും അതിനപ്പുറത്തുള്ള വനങ്ങളും എല്ലാം അന്നേരം നമുക്ക് കാണാൻ പറ്റും. അത് ഇതിനകത്ത് വീണ്ടും കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കൃഷ്ണകുമാർ അവിടെ ട്രൈപോഡ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ടൈം ലാപ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാവോ എന്തോ. ഇതാണ് ഇന്നലെ ഞങ്ങൾ പറഞ്ഞ കാൽവരിയിൽ നിന്നുള്ള ദൃശ്യം. അത് കാൽവരി മൗണ്ടിലെ ഡാമിൻ്റെ എതിർഭാഗത്തുള്ള ദൃശ്യമാണ്. ഇതാണ് ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം വന്നപ്പോൾ പറഞ്ഞ അതേ സ്പോട്ടല്ല, അതിന് കുറച്ചുകൂടെ മുകളിൽ. ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയില്ല. മുകളിൽ നിന്നുള്ള ദൃശ്യം. തെളിഞ്ഞ ആകാശം, മഞ്ഞ് ഡാമിലേക്ക് അടിഞ്ഞു കിടക്കുകയാണ്. മലനിരകളുടെ മുകളിലേക്കൊക്കെ വന്ന് നിരന്ന് കിടക്കുന്ന ഭാവമാണത്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. മക്കളെ, ഇപ്പോൾ സ്വർഗം താണിറങ്ങി വന്ന കാഴ്ച കാണിക്കാവേ. ഇങ്ങനെ വന്ന ആകാശത്തുനിന്ന് ഇങ്ങനെ സ്വർഗം ഇറങ്ങി വന്നത് നമ്മുടെ ഡാമിലേക്ക് ഇറങ്ങി വന്നു. കാൽവരി മൗണ്ടിൽ കണ്ട കാഴ്ച കണ്ട. ഇതാണ് കാൽവരി മൗണ്ടിലെ വ്യൂ. ഇത് കാണണമെങ്കിൽ വെളുപ്പിനെ ഇവിടെ എണീറ്റ് വരണം. ഇവിടെ എൻട്രി തുടങ്ങുമ്പോഴത്തേക്കും തന്നെ കയറി ഇങ്ങോട്ട് വരണം. പാസ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് കയറി മലയുടെ മുകളിലേക്ക് വരണം. എന്നിട്ടൊരു കാഴ്ചയാണിത്. കാൽവരി മൗണ്ടിലെ മലമുകളിലെ ഏറ്റവും മുകളിലുള്ള കാഴ്ചയാണ്. ഒരു ഭാഗത്ത് മഞ്ഞ്, നടുക്ക് മല, ഒരു സൈഡിൽ പച്ചപ്പ്. അതും കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ദേ ഒരു തടാകം, നീല തടാകം. അതിനപ്പുറത്ത് കുറേ മഞ്ഞും മേഘങ്ങളൊക്കെ അടിഞ്ഞുകൂടി ഭൂമിയോട് ചേർന്ന് കിടക്കുന്നു. കൊടും വനത്തിനു മുകളിലെല്ലാം വെള്ളമേഘങ്ങൾ വന്ന് പൊതിഞ്ഞ് കിടക്കുന്നു. അതിരാവിലെയുള്ള കാൽവരി മൗണ്ടിലെ കാഴ്ച.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. നമ്മുടെ കൂട്ടുകാരല്ലേ